എത്ര പഠിച്ചാലും പഠിപ്പിച്ചാലും തീരാത്ത കാര്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ചില ആളുകൾ പരിഹസിക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാ നാടുകളിലും ഉണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പഠിച്ചാൽ തീരുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ ഒരു ദാഇയുണ്ട്, അറിയപ്പെട്ട ഒരാൾ, അറബിയാണ്. അതുപോലെ നമ്മുടെ നാട്ടിലും കേട്ടിട്ടുണ്ട്. കിതാബ് തൗഹീദൊക്കെ വലിയ കിതാബാണ്. അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തൗഹീദിന്റെ കിതാബുകൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എതിർക്കുന്ന തൗഹീദുള്ള ആളുകൾ തന്നെയുണ്ട്. കാരണം അവർ തൗഹീദ് എന്ന് പറയുന്നത് വാക്കുകൊണ്ട് പറയുന്നതല്ലാതെ അതെന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, അതിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കിയിട്ടില്ല. അത് അവരുടെ പ്രവൃത്തികൾ തന്നെ കാണാൻ സാധിക്കും. ദുനിയാവിന്റെ പിന്നാലെ അവർ നടക്കുന്നത് കാണുമ്പോൾ, അതുപോലെ തന്നെ അവർ എന്തെങ്കിലും ചെറിയ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ദീൻ വിട്ട് പോകുന്നത് കാണാൻ സാധിക്കും, പേടിക്കുന്നത് കാണാൻ സാധിക്കും. അത് തൗഹീദിന്റെ കുറവ് അവർക്കുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. ജനങ്ങൾ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനെ ഒരു അറ്റത്തിരുന്നാണ് ആരാധിക്കുന്നത്. ദീനിന്റെയും കുഫറിന്റെയും നടുവിലാണ് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളത് സംഭവിച്ചാൽ അവർ തൃപ്തരായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ പരീക്ഷണം ബാധിച്ചാൽ അവരുടെ മുഖം മാറും, അവർ തല തിരിയും. ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവും നഷ്ടപ്പെട്ടു, ആഖിറത്തും നഷ്ടപ്പെട്ടു. ദുനിയാവിൽ ഈ പരീക്ഷണം എന്തായാലും വന്നു, അള്ളാഹു വിധിച്ചതാണ്, അത് സംഭവിച്ചു കഴിഞ്ഞു. ആകെ ഉണ്ടായിരുന്നത് ആഖിറത്താണ്, അതും കൂടി ഈ ഫിത്നയിലൂടെ നഷ്ടപ്പെട്ടു. അവന്റെ സ്വഭാവം മാറിയതോടുകൂടി, ഇബാദത്ത് അവസാനിപ്പിച്ചതോടുകൂടി അവന്റെ ആഖിറത്ത് നഷ്ടപ്പെട്ടു. ഇങ്ങനെ തൗഹീദിന്റെ കാര്യത്തിൽ വീഴ്ചയുള്ള ആളുകളാണ് അതിൽ നിരുത്സാഹപ്പെടുത്തുന്നത്, അതിനെക്കുറിച്ച് നിരുത്സാഹപ്പെടുത്തുന്നത്. യഥാർത്ഥ മുവഹിദായ ഒരാൾ ഒരിക്കലും ശിർക്കിൽ നിന്ന് നിർഭയനായിരിക്കുകയില്ല. ശിർക്ക് വരുന്ന വഴികളെക്കുറിച്ച് കരുതലോടെയിരിക്കും. അതിനെക്കുറിച്ച് അവർ പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം ആല ഷെയ്ഖ് റഹിമഹുല്ല, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹം തന്റെ ദർസുകൾ സ്ഥിരമായി തൗഹീദിന്റെ കിതാബുകൾ പഠിപ്പിക്കും. കിതാബ് തൗഹീദ്, ഉസൂൽ സലാത്ത്, ഇങ്ങനെയുള്ള കിതാബുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന് തോന്നി, തന്റെ ശിഷ്യന്മാരായ പല ആളുകൾക്ക് മനസ്സിൽ ചെറിയൊരു അതൃപ്തിയുണ്ട്. എന്നും ഇതേ കിതാബ് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ അറബി അറിയാത്തത് കൊണ്ട് ഒരു പുതുമയൊക്കെ തോന്നുന്നുണ്ടാകും. അവർക്കിത് അറബിയാണ്, ഏതൊരാൾക്കും വായിച്ചാലും മനസ്സിലാകും. ഇതേ കിതാബ് തന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹം. അങ്ങനെ ചിലർക്ക് ഇടയിൽ ഇങ്ങനെ ഒരു സംസാരമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. മുഹമ്മദ് ഇബ്രാഹിം ആല ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഇന്ന് ഉള്ള മശായിഖിന്റെ ഒക്കെ ഷെയ്ഖുമാരുടെ ഷെയ്ഖായിരിക്കും അദ്ദേഹം. ഷെയ്ഖ് ബിൻ ബാസൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ താഴെയുള്ള ഒരാളാണ്. അദ്ദേഹത്തെക്കാൾ വലിയ ശിഷ്യന്മാരുണ്ട് മുഹമ്മദ് ഇബ്രാഹിം ആല ഷെയ്ഖിന്. ഇങ്ങനെയുള്ള വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വലിയ മർക്കസിലാണ്, റിയാദുകളിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അവിടുത്തെ സ്ഥാപനത്തിലാണ് ഇതേ കിതാബിൽ തന്നെ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് അതിനോട് താല്പര്യമില്ല. ഇത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഒരിക്കൽ ദർസിൽ പറഞ്ഞു, നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു നാടിന്റെ പേര് പറയും. ആ നാട്ടിൽ ഒരാൾ ഒരു ഖബറിന്റെ മുമ്പിൽ പോയി ഒരു കോഴിയെ അറുത്തിട്ടുണ്ട്, നേർച്ചയാക്കിയിട്ട് ഒരു കോഴിയെ അവിടെ കൊണ്ടുപോയി അറുത്തിട്ടുണ്ട്. ശിർക്കാണ്, നമുക്കറിയാം. നേർച്ച എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇബാദത്താണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കിടയിൽ വലിയ പ്രതിഷേധമൊന്നും കാണുന്നില്ല. പിന്നീട് അദ്ദേഹം മറ്റൊരു അവസരത്തിൽ ഒരു ദർസിൽ പറഞ്ഞു, അടുത്തുള്ള ഒരു സ്ഥലത്ത്, ഇന്ന ഒരു സ്ഥലത്ത് ഒരാൾ തൻ്റെ ഉമ്മയെ വ്യഭിചരിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ആളുകൾക്കൊക്കെ വളരെ വിഷമം. ഓരോ ആളുകൾക്ക് ഓരോ അഭിപ്രായം. ഒരാൾ പറയുന്നത് അവനെ പോയി കൊല്ലണം, ഒരാൾ അവനെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കണം, ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തൗഹീദ് എന്താണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് വീണ്ടും നമുക്ക് ഈ തൗഹീദിന്റെ കിതാബിൽ പഠിക്കാം അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇബ്നു ബാസ് റഹിമഹുല്ല, അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ല, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നത്, ഒരു സ്ഥലത്ത് അദ്ദേഹം ഖാദിയായി ജോലി ചെയ്തു. ദലം എന്ന് പറയുന്ന സ്ഥലത്ത്, റിയാദിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ അദ്ദേഹം കുറച്ചു കാലം ജോലി ചെയ്തു. അതിനിടയിൽ 100 പ്രാവശ്യം അദ്ദേഹം ഉസൂൽ സലാത്ത് എന്ന് പറയുന്ന കിതാബ് പഠിപ്പിച്ചു എന്നാണ്. 100 പ്രാവശ്യം. ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം, ഇങ്ങനെ 100 തവണ. അവരൊക്കെ അറബികളാണ്. ഉസൂൽ സലാത്ത് എന്ന് പറയുന്നത് ഏത് കുട്ടിക്കും വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നുപോകാൻ പാടില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരാളും നമ്മുടെ കൂട്ടത്തിൽ അതിലുള്ള വിശ്വാസം തണുത്തു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് അത് പഠിപ്പിക്കുന്നത്. അല്ലാതെ വായിച്ചിട്ട് മനസ്സിലാക്കാഞ്ഞിട്ടല്ല, മറന്നുപോകാതിരിക്കാൻ വേണ്ടിയാണ്. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മിപ്പിക്കുക, അത് ഉപകാരപ്പെടും. നമ്മൾ മരിക്കുന്നത് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലാണ് ഉയർത്തെഴുന്നേൽക്കുക. നമ്മൾ തൗഹീദ് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ മരിച്ചാൽ ഒരു മുവഹിദായിട്ട് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. ചില ആളുകൾക്ക് അസൂയ തോന്നും ചിലരോട്. ഹജ്ജിന്റെ സമയത്ത് മരിച്ചു, ഉംറയുടെ സമയത്ത് മരിച്ചു, അങ്ങനെയുള്ളവർ തെൽബിയത്ത് ചൊല്ലിയിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുക. അവരുടെ ഹറാമിലാണ് അവരെ മറമാടുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. നമുക്കതൊന്നും സാധിക്കുന്നില്ലല്ലോ, മക്കത്ത് പോയി മരിക്കാൻ പറ്റിയില്ല, അതിൽ വിഷമിക്കേണ്ടതില്ല. ഹജ്ജിനേക്കാളും ഉംറയേക്കാളും മറ്റേത് ഇബാദത്തിനേക്കാളും വലുതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതെല്ലാ ദിവസവും നമ്മൾ പഠിക്കുന്നു. ഒരു ദിവസം പോലും
ഈ കിതാബുകൾ പഠിക്കാത്തതുണ്ടാകാൻ പാടില്ല. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് മരിക്കുന്നതെങ്കിൽ അതായിരിക്കും ഹജ്ജിൽ മരിക്കുന്നതിനേക്കാൾ, ഹജ്ജിന് പോയിട്ട് തൗഹീദില്ലാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തലയിലില്ലാതെ ഒരാൾ മരിച്ചു പോകുന്നതിനേക്കാൾ വലുത് ഒരു മുവഹിദായിക്കൊണ്ട് മനസ്സിൽ അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് ഓർമ്മയോടുകൂടി മരിച്ചു പോകുന്നതായിരിക്കും നല്ലത്.